നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടി കിട്ടിയാൽ തിരിച്ചടിക്കാൻ ഒരു മമതയും ഉണ്ടാകില്ല. അതാണ് മമതാ ബാനർജി. ജ്യോതി ബസുവിൻ്റെ CPM-കാരെയും സിദ്ധാർത്ഥ് ശങ്കർ റേയുടെ പിന്മുറക്കാരായ കോൺഗ്രസുകാരെയും നടു റോട്ടിലിറങ്ങി അടിച്ചോടിച്ച പ്രകൃതമാണ്. CBI-യോ NIA-യോ റോയോ ഇസ്രായേലിൻ്റെ മൊസാദോ തന്നെ വന്നാലും കുലുങ്ങാത്ത പ്രകൃതം. മമത മാത്രമല്ല കഴിഞ്ഞയാഴ്ച രാഷ്ട്രീയം പറഞ്ഞത്. കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്ക് പിന്നാലെയും മുൻ ധനമന്ത്രി P. ചിദംബരത്തിന് പിന്നാലെയും കേന്ദ്ര ഏജൻസികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ കൂടി പ്രചാരണ വിഷയമാകുന്ന തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഇതേപ്പറ്റിയാണ് ഇത്തവണ രാഷ്ട്രീയം പരിശോധിക്കുന്നത്. CBI-യോ പ്രധാനമന്ത്രിയോ വിദൂര സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു മമതയുടെ പൂഴിക്കടകൻ. കൊൽക്കത്തയുടെ വെറും കമ്മീഷണറോട് ചിലത് ചോദിച്ചറിയാൻ CBI വന്നാൽ എന്തു സംഭവിക്കും? CBI-യെ മമത തടഞ്ഞു വെക്കാമെന്നും അറസ്റ്റ് ചെയ്യാമെന്നും വരെ കേന്ദ്രം കണക്കുകൂട്ടിക്കാണും. പക്ഷേ അറസ്റ്റ് ചെയ്തിട്ട് നേരെ കൊൽക്കത്തയുടെ മെട്രോ ചാനലിലേക്ക് സമരം പ്രഖ്യാപിച്ച് മമത ഇറങ്ങിക്കളയുമെന്ന് ഒരാളും കരുതിയില്ല. പണ്ട് CPM-നെതിരെ സമരം ചെയ്ത അതേ സ്ഥലത്തായിരുന്നു കേന്ദ്രത്തെ എരിവരി കൊള്ളിച്ച മമതാ നടത്തം. തൃണമൂൽ നേതാക്കൾ ആരോപണം നേരിടുന്ന ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ തെളിവുകൾ തേടിയായിരുന്നു CBI-യുടെ വരവ്. മണിക്കൂറുകൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്ക് അതോടെ തുടക്കമായി. ശാരദാ ചിട്ടി തട്ടിപ്പ്, റോസ്വാലി കേസുകൾ ആദ്യം അന്വേഷിച്ച പ്രത്യേക സംഘത്തിലെ തലവനായ രാജീവ് കുമാറിനെയായിരുന്നു CBI-ക്ക് വേണ്ടിയിരുന്നത്. വിഷയം ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന സംഭവവികാസങ്ങളിലൊന്നാക്കി മമത മാറ്റി. വ്യാജ നിക്ഷേപ വാഗ്ദാനങ്ങളിലൂടെ പണം സമാഹരിച്ച് 200ഓളം സ്വകാര്യ കമ്പനികളുടെ കൺസോർഷ്യമായ ശാരദ ഗ്രൂപ്പ് 17 ലക്ഷത്തോളം നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാണ് കേസ്. ബംഗാളിൽ നിന്ന് മാത്രം 4000 കോടി രൂപയോളം നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തതായാണ് പരാതി. ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമുയർന്നതോടെ 2013 ഏപ്രിലിൽ ജസ്റ്റിസ് ശ്യാമൾ കുമാർ സെൻ കമ്മീഷനെ അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനികുതി വകുപ്പും അന്വേഷണം തുടങ്ങി. 2013 നവംബറിൽ തൃണമൂൽ കോൺഗ്രസുമായും സർക്കാരുമായും ബന്ധപ്പെട്ട ഉന്നതർ അറസ്റ്റിലായി. തൃണമൂൽ എംപിമാരായ കുനാൽ ഘോഷ്, ശ്രീൻജോയ് ബോസ്, മുൻ മന്ത്രി മദൻ മിത്ര, മുൻ DGP രജത് മജുംദാർ, ഫുട്ബോൾ ക്ലബ് ഉടമ ദേവബ്രത സർക്കാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 2014 മെയ് 8-ന് കേസന്വേഷണം CBI-ക്ക് വിട്ടു. ജീവനക്കാരുടെ PF അടയ്ക്കാൻ വീഴ്ച വരുത്തിയതിന് ശാരദാ ഗ്രൂപ്പ് ചെയർമാൻ സുദീപ് ദാസിന് 2014 ഫെബ്രുവരി 20-ന് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. സുദീപ് ദാസിന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും തൃണമൂൽ നേതൃത്വമായും അടുത്ത ബന്ധം ഉണ്ടെന്നാണ് ആരോപണം. ഈ കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ രാജീവ് കുമാർ നശിപ്പിച്ചുവെന്നാണ് CBI-യുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് CBI സംഘത്തെ മമത സർക്കാർ തടഞ്ഞത്. വീടിടം വിദ്യയാക്കുന്ന മമതയ്ക്ക് കിട്ടിയ മറ്റൊരവസരമായി CBI-യുടെ വരവ്. കേന്ദ്രം അന്വേഷിക്കുന്ന ഏജൻസികളെ ഉപയോഗിച്ച് ബംഗാൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മമത ധർണ ആരംഭിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പിന്തുണയുമായി എത്തി. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലുണ്ടായെങ്കിലും മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വിജയം നേടി തൃണമൂൽ അധികാരം നിലനിർത്തുകയാണ് ഉണ്ടായത്. അതേ ആത്മവിശ്വാസം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ മമതയ്ക്കുള്ളത്. ബംഗാളിൽ വേരോട്ടം വർദ്ധിപ്പിക്കാനുള്ള BJP നീക്കത്തിന് തടയിടുക, BJP വിരുദ്ധ പാർട്ടികളെ തനിക്ക് പിന്നിൽ അണിനിരത്തുക. മമതയുടെ ചടുല നീക്കങ്ങൾ എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്നതായി. രാജീവ് കുമാറിനെ ഷില്ലോങ്ങിൽ ചെന്ന് ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. അറസ്റ്റ് പാടില്ലെന്ന് CBI-ക്ക് നിർദ്ദേശവും നൽകി. കോടതി വിധി വിജയമെന്ന് അവകാശപ്പെട്ട് മമത ധർണ അവസാനിപ്പിച്ചു. തലയ്ക്ക് മുകളിൽ നിന്ന് അഴിമതിയുടെ വാൾ എതിരാളികൾക്ക് നേരെയുള്ള ആയുധമാക്കി മാറ്റിയെങ്കിലും ഇനിയുള്ള ദിനങ്ങൾ നിർണായകമാണ്. കഥ അവിടെ തീർന്നില്ല. പിന്തുണച്ച കോൺഗ്രസിനെ മമതയും തിരിച്ചു പിന്തുണച്ചു.
റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തപ്പോൾ പ്രിയങ്കയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു മമത. 2 ദിവസമായി 14 മണിക്കൂറാണ് റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ബിനാമി ഇടപാട് വഴി ലണ്ടനിൽ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. 2005-നും 2010-നും ഇടയിൽ ലണ്ടനിൽ നടന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് കേസിന്റെ അടിസ്ഥാനം. വാദ്രയുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ ജീവനക്കാരൻ മനോജ് അറോറയുടെ പേരിലുള്ള സ്വത്തുക്കൾ റോബർട്ട് വാദ്രയുടേതാണെന്നാണ് കേസ്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിവരം നൽകാൻ മനോജ് അറോറയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്തത്. ലണ്ടനിൽ സ്വത്തുക്കളില്ലെന്നും മനോജ് അറോറയുമായി ബിസിനസ് ബന്ധങ്ങളില്ലെന്നുമാണ് വാദ്ര മൊഴി നൽകിയത്. ഭാര്യ പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് റോബർട്ട് വാദ്ര എൻഫോഴ്സ്മെന്റ് ഓഫീസിലെത്തിയത്. കേസിൽ ഫെബ്രുവരി 16 വരെ വാദ്രയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് തലവേദന തീരുന്നില്ല. പി ചിദംബരവും മകൻ കാർത്തി ചിദംബരവും മറ്റൊരു വഴിയിലൂടെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കാരാണെങ്കിൽ അഴിയെണ്ണും. പക്ഷേ അഴിയെണ്ണിക്കൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം മതിയോ എന്നാണ് ഉയരുന്ന ചോദ്യം. ശാസ്ത്രത്തോടുള്ള കൗതുകമാണ് ആൾക്കാരെ കണ്ടെത്തലുകളിലേക്ക് നയിക്കാറ്. കുട്ടികൾക്ക് ശാസ്ത്രത്തോടുള്ള കൗതുകം അവരുണ്ടാക്കുന്ന ഉപകരണങ്ങളിലൂടെ വെളിവാകും. ഇത്തരത്തിൽ ശാസ്ത്ര കുതുകികളായ നിരവധി പേരുണ്ടെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ആളാണ് ഒഡീഷയിലെ സുശാന്ത് പട്നായിക്. 20 വയസ്സിനിടെയുള്ള കണ്ടെത്തലുകളിലൂടെയും നിർമ്മാണങ്ങളിലൂടെയും സുശാന്ത് അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ യുവ സംരംഭകരുടെ പട്ടികയിൽ ഇടം നേടി. സുശാന്തിനെ പരിചയപ്പെടാം അറിയാത്ത ഇന്ത്യയിൽ ആദ്യം. സെൻസറുകളും ബാറ്ററിയുമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വീൽചെയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പേശികളുടെ ചലനത്തിനോടൊപ്പം ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിക്കുന്ന വീൽചെയറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അങ്ങനെയുള്ള ഒരു വീൽചെയർ 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യാഥാർത്ഥ്യമായി. അതും ഇന്ത്യയിൽ. ഒഡീഷ സ്വദേശി സുശാന്ത് ആയിരുന്നു ഈ കണ്ടെത്തലിന് പിന്നിൽ. ഭിന്നശേഷിയുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഈ വീൽചെയർ തുടക്കം കുറിച്ചത്. കൈകളും കാലുകളും മറ്റ് പേശികളും തളർന്നു കിടക്കുന്നവർക്കാണ് ഈ കണ്ടെത്തൽ ഏറെ സഹായകം. ശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ വീൽചെയറും നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന വിപ്ലവകരമായ മാറ്റത്തിനാണ് ഈ കണ്ടെത്തൽ സഹായകമാവുക. ഡ്രൈവർമാരുടെ സഹായമില്ലാതെ കാറുകൾ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് സുശാന്തിന്റെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ. കാറിന് പുറത്തുനിന്ന് കാറിന്റെ ഗതിയും ദിശയുമൊക്കെ നിയന്ത്രിക്കാം. ടെസ്ലയുടെ ഡ്രൈവറില്ലാത്ത കാറിനോട് കിടപിടിക്കുന്നതാണ് ഈ കണ്ടെത്തൽ. ഇതിനു പുറമെ കാറ് മോഷണം തടയാൻ സഹായിക്കുന്ന മറ്റൊരു ഉപകരണവും സുശാന്ത് വികസിപ്പിച്ചു. ഒരു സിം കാർഡിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം കാർ മറ്റൊരാൾ ഓണാക്കിയാൽ ആ നിമിഷം ഉടമയ്ക്ക് അലാം ലഭിക്കും. കാറിൽ സ്ഥാപിച്ച ഉപകരണത്തിലേക്ക് തിരികെ വിളിച്ചാൽ കാർ ആ നിമിഷം ഓഫാക്കുകയും ചെയ്യും. ഒപ്പം GPS-ലൂടെ കാർ എവിടെയെന്ന് കണ്ടെത്താനും സാധിക്കും. Sushant Patnaik for his breathing sensor apparatus to assist physically challenged. ഇതിനെല്ലാം പുറമെ 4 ബിസിനസ് സംരംഭങ്ങളും സുശാന്ത് ആരംഭിച്ചു. തന്റെ കണ്ടെത്തലുകളിൽ 10 എണ്ണത്തിന്റെ പ്രവർത്തിക്കുന്ന പ്രോട്ടോടൈപ്പുകൾ വിപണിയിൽ എത്തിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ സ്കൂൾ വിദ്യാർത്ഥികളെ സഹായിക്കാനും അവർക്കായി ക്ലാസുകൾ എടുക്കാനും സുശാന്ത് സമയം കണ്ടെത്തുന്നു.
ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്താൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി ഒരു NGOയും സുശാന്ത് ആരംഭിച്ചിട്ടുണ്ട്. Vice Chairman of Doha Chapter, CA Raja Gopalakrishnan, to please come. ചരിത്ര സ്മാരകങ്ങളുടെ നാടെന്ന് വിളിക്കാവുന്ന സംസ്ഥാനമാണ് കർണാടക. ഹംപിയടക്കം 30ഓളം കേന്ദ്രങ്ങളാണ് പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ. ഇതിലൊന്നാണ് ബദാമി എന്നറിയപ്പെടുന്ന പഴയ വാതാപി. ബദാമിയുടെ കാഴ്ചകളിലേക്കാണ് ഇത്തവണ കാണേണ്ട ഇന്ത്യയിൽ യാത്ര. രാമായണത്തിലും മഹാഭാരതത്തിലുമടക്കം പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് വാതാപി എന്ന ബദാമി. വാതാപി എന്ന അസുരന്റെ ആവാസ കേന്ദ്രമായിരുന്ന വനപ്രദേശമായിരുന്നു ഇത്. അഗസ്ത്യമുനി വാതാപിയെ വധിച്ചതിനു ശേഷം ഈ പ്രദേശം സമൃദ്ധിയുടെ കേന്ദ്രമായി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. AD 540 വാതാപി തലസ്ഥാനമാക്കി ചാലൂക്യ സാമ്രാജ്യം നിർമ്മിക്കുന്നത്. പുലകേശി ഒന്നാമനാണ് ചാലൂക്യ രാജവംശം സ്ഥാപിക്കുന്നത്. പുലകേശി ഒന്നാമനാണ് ബദാമിയിലെ കോട്ട നിർമ്മിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ബദാമി ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലാണ് ബദാമി ഗുഹാക്ഷേത്രങ്ങളും കോട്ടയുടെ ശേഷിപ്പുകളും സ്ഥിതി ചെയ്യുന്നത്. 4 ക്ഷേത്രങ്ങളാണ് ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 3 എണ്ണം ഹൈന്ദവ ക്ഷേത്രങ്ങളും 1 എണ്ണം ജൈന ക്ഷേത്രവും. 4 ക്ഷേത്രങ്ങളും പരസ്പരം ബന്ധിച്ചിട്ടുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ പടികളിലൂടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കടക്കാൻ സാധിക്കും. ഗുഹാക്ഷേത്രങ്ങളിൽ ആദ്യത്തേത് നടരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. 2ാമത്തേതും 3ാമത്തേതും വിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും. 4ാമത്തെ ക്ഷേത്രത്തിൽ മഹാവീർ സ്ഥിതി ചെയ്യുന്നത്. 5ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അഗസ്ത്യ തടാകത്തിന് മുന്നിലായിട്ടാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. നഗരത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമാണ് മാലഗിട്ടി ശിവാലയ ക്ഷേത്രം. ബദാമിയിലെ ഏറ്റവും പഴയ ക്ഷേത്രമാണിത്. പരന്ന ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഇവിടെ നിന്ന് നോക്കിയാൽ ബദാമി നഗരം ആർക്കിയോളജിക്കൽ മ്യൂസിയം. കോട്ടയിലെ അവശേഷിപ്പുകൾ ഉൾപ്പെടുത്തി തുറന്ന മാതൃകയിലാണ് മ്യൂസിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ബദാമിയിൽ ലഭ്യമാണ്. ചരിത്രശേഷിപ്പുകൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഇവിടെ ലഭ്യമാണ്. ബദാമിയിലേക്ക് എത്തുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ബദാമി ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രമാണ് ബദാമി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ബംഗളൂരു, ബീജാപൂർ, മുംബൈ അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള ട്രെയിനുകൾ ഇവിടെ എത്തും. റോഡ് മാർഗവും ബസ് മാർഗവും ഇവിടെ എത്തുക എളുപ്പമാണ്. ഇതോടെ ന്യൂസ് 18 ഇന്ത്യയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും കൗതുകങ്ങളും വാർത്തകളും വിശകലനങ്ങളുമൊക്കെയായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.